ഏതൊരു വെഡ്ഡിങ്ങിന്റെയും ഹൃദയഭാഗം എന്ന് പറയുന്നത് ഫുഡാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ആ ഫുഡ് എങ്ങനെയൊക്കെ വിളമ്പണം, ഏതൊക്കെ തരത്തിൽ വിളമ്പണം എന്നുള്ളതിലാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഫുഡ് എങ്ങനെ രുചിയിലും ആർക്കും ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഏത് കാറ്ററിംഗ് സർവീസ് ആളുകളെ നോക്കുകയാണെങ്കിലും എല്ലാവരും ഒന്നോട് കൂടിയുള്ള മെച്ചത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പം ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് എങ്ങനെ വിളമ്പണം, അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഒരു ഉദാഹരണം, നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മളൊരു വെഡ്ഡിങ്ങിന് പോവാണ്. അപ്പം ആ വെഡ്ഡിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ടേബിളിൻ്റെ മുകളിൽ വേസ്റ്റ് ഉള്ളിടത്ത് നമ്മൾ ഇരുന്ന് ഫുഡ് കഴിക്കില്ലല്ലോ. നമ്മൾ ആരും കഴിക്കില്ല. കാരണം നമുക്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് നമ്മളെ സംസ്കാരത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. അപ്പം ഫുഡ് നല്ല സ്ഥലത്തിരുന്ന് നല്ലൊരു ആംബിയൻസോടുകൂടി കഴിക്കാന്നുള്ളത് ഏതൊരു വെഡ്ഡിങ്ങിന് പോകുമ്പോഴും ഏതൊരു പ്രോഗ്രാമിന് പോകുമ്പോഴും അത് സ്നേഹത്തോടു കൂടി വിളമ്പുമ്പോഴും അവിടെ അവർ മുന്നേ കഴിച്ചു പോയിട്ടുള്ള ആളുകൾ കഴിച്ചിരുന്ന സ്പേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ആ ക്ലീനോട് കൂടിയിട്ട് അടുത്ത ആൾക്ക് ഫുഡ് സെർവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഏതൊരു പ്രോഗ്രാം നടത്തുന്ന ഈവൻറ്റ് പ്ലാനേഴ്സ് ആവട്ടെ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാവട്ടെ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. 1000 പേരുടെ പ്രോഗ്രാം, 2000 പേരുടെ പ്രോഗ്രാം, 5000 പേരുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. ആ പ്രോഗ്രാം ഉണ്ടാവുന്നതിനനുസരിച്ച് തന്നെ ആ ക്രൗഡിനെ നിയന്ത്രിക്കാനും നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് ഒരുപാട് സർവീസ് ബോയ്സിനെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ക്യാപ്റ്റന്മാരെയും നിർത്താൻ ഈവൻറ്റ് പ്ലാനേഴ്സ് അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ശ്രമിക്കണം എന്നുള്ളതാണ്. ചില പ്രോഗ്രാമിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോകുന്ന പ്രോഗ്രാമിലൊക്കെ തന്നെ വലിയ വലിയ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ അവിടെ പക്ക ക്ലീനിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫുഡിൽ നമ്മളെ ഡിഷിൽ ഫുഡ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു അച്ചടക്കമില്ലാത്ത തരത്തിലേക്ക് വിളമ്പുമ്പോഴും അതേപോലെ നമ്മുടെ ഫുഡ് സർവീസ് ചെയ്യുന്ന ആളുകൾ ചില ഘട്ടങ്ങളിലൊക്കെ ഫുഡ് വാങ്ങാൻ വരുന്ന നമ്മൾ അതിഥികളെ ശ്രദ്ധിക്കാതിരിക്കുക. അപ്പം ഇതൊക്കെ എല്ലാം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.